ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിലെ എക്കണോമിക്സ് പാർട്ടിലെ സ്നോബ് എഫക്റ്റ് ആണ്. സ്നോബ് എഫക്റ്റ്. The snob effect refers to a situation where the demand for a product increases as its price increases, defying the typical economic law of demand. In contrast to normal goods, where higher prices leads to lower demand, the snob effect shows that the higher price makes certain goods more desirable. The demand curve for such products can be positive, meaning that the price increases, the quantity demanded also increases. ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ഈ ഒരു സാഹചര്യത്തെയാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ടുള്ള എക്കണോമിക് ലോ ഓഫ് ഡിമാൻഡിനെതിരാണ് സ്നോബ് എഫക്റ്റ്. എങ്ങനെയാണ് സ്നോബ് എഫക്റ്റ്? ഗുഡ്സിൻ്റെ ഹയർ പ്രൈസിൽ ഡിമാൻഡ് കൂട്ടുന്നു. അത്തരം ഗുഡ്സിൻ്റെ ഡിമാൻഡ് കർവ് പോസിറ്റീവ് ആവുന്നു. ദാറ്റ് മീൻസ് വില കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റിയുടെ ഡിമാൻഡും കൂടുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്നോബ് എഫക്റ്റിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇൻ സ്നോബ് ഗുഡ്സ് ദർ ഇസ് എ ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഹയർ പ്രൈസസ് ഇൻക്രീസ് ദ പ്രൊഡക്ട്സ് ഡിസൈറബിലിറ്റി ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്ക്ലൂസിവിറ്റി ആൻഡ് പ്രസ്റ്റീജ് വാല്യൂ. കൺവേഴ്സ്ലി, if the price falls, the goods loses its exclusivity and demand decreases. ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ലക്ഷറി കാറോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഡ്രസ്സോ പറയാം. ഇതിനെല്ലാം ഒരു എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ആണ് ഇതിൻ്റെ ഹയർ പ്രൈസിൻ്റെ റീസൺ എന്ന് പറയുന്നത്. സ്നോബ് എഫക്റ്റിൽ പ്രൈസിനും ഡിമാൻഡിനും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഉയർന്ന വിലകൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രസ്റ്റീജ് മൂല്യം അല്ലെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി കാരണം അതിന് ഡിമാൻഡ് കൂട്ടുന്നു. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ വില കുറയുകയാണെങ്കിലോ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രസ്റ്റീജ് മൂല്യം നഷ്ടപ്പെടുന്നു. സോ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അടുത്ത പോയിന്റ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്സ്ക്ലൂസിവിറ്റി. The snob effect is highly influenced by the consumer's desire for social distinction. Buyers aims to stand out by purchasing exclusive or prestigious goods that are not widely accessible to others. സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു വേർതിരിവിനുള്ള കൺസ്യൂമേഴ്സിൻ്റെ ആഗ്രഹമാണ് സ്നോബ് എഫക്റ്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വൈഡ്ലി ആക്സസിബിൾ അല്ലാത്ത പ്രസ്റ്റീജിയസ് ഗുഡ്സ് വാങ്ങിച്ച് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതാണ് സ്നോബ് എഫക്റ്റിന് ഇവിടെ റീസൺ എന്ന് പറയാം. സോ നമുക്കിവിടെ പറയാം, ഏറ്റവും എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്. ആ പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ സ്നോബ് എഫക്റ്റ് ഉണ്ടാകുന്നത്. കൺസ്യൂമേഴ്സ് യൂസ് ദ ഗുഡ് ആസ് എ സ്റ്റാറ്റസ് സിംബൽ, അലൈനിങ് ദംസെൽവ്സ് വിത്ത് എ പെർസീവ്ഡ് എലൈറ്റ് ഗ്രൂപ്പ്. The fewer people who own it, the more valuable the good becomes in the eyes of the snob consumer. കൺസ്യൂമർ ഈ പ്രൊഡക്റ്റിനെ അവരുടെ സ്റ്റാറ്റസിൻ്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നു. സോ അങ്ങനെയുള്ളവർ ഒരു എലൈറ്റ് ഗ്രൂപ്പായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞ പോലെ ഒരു റോൾസ് റോയ്സ് കാർ അതിൻ്റെ ഉടമസ്ഥരുടെ എണ്ണം കുറയും തോറും സ്നോബ് എഫക്റ്റിൽ പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് കൂടുന്നു. അടുത്ത പോയിൻ്റാണ് ഡിമാൻഡ് കർവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി. As more people acquire the snob good, it exclusively diminishes, causing the demand to fall. This leads to a demand curve shifting to the left. For example, 1,000 people own the good, the snob value is high, the demand is strong, D1. As ownership rises to 20,000 or 30,000 people, the snob value decreases as the demand curve shifts to leftward. ടു D2 ആൻഡ് D3. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ 35 ലാക്ക് പ്രൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൈസ് 50 ലാക്കിലേക്ക് കുറയുന്നു. സോ അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നു. D1 എന്ന കർവിൽ സ്നോബ് എഫക്റ്റും ഡിമാൻഡ് എഫക്റ്റും കൂടുതലാണ്. സോ പ്രൈസ് 50 ലാക്കിലേക്ക് എത്തുമ്പോൾ 35 ലാക്കിൽ 1000 പേരിൽ മാത്രം ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് 20,000 പേരിലേക്കോ 30,000 പേരിലേക്കോ ഒക്കെ എത്തുന്നു. അപ്പോൾ സ്നോബ് മൂല്യം കുറയുന്നു. കുറഞ്ഞ ഡിമാൻഡ് കർവുള്ള D2യിലേക്കും D3യിലേക്കും ആ സ്നോബ് കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി കാണിക്കുന്നു. നമ്മൾ ബ്രാൻഡ് വാഗൺ എഫക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അതിന് വിപരീതമായിട്ട് ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേർണാലിറ്റി ആണ് കാണിക്കുന്നത്. അടുത്ത പോയിന്റാണ് റിഡക്ഷൻ ഓഫ് പ്രസ്റ്റീജ് വാല്യൂ. ദ സ്നോബ് എഫക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് ഹൗ മെനി പീപ്പിൾ possess the good.
As ownership of the product expands, the prestige associated with the product declines, leading to a decrease in demand. This pattern continues until the snow good loses its allure entirely if it becomes too common. സ്നോ എഫക്റ്റ് എന്നത് എത്ര പേർക്ക് ആ പ്രൊഡക്റ്റ് കയ്യിലുണ്ട് അല്ലെങ്കിൽ എത്ര പേര് അതിനെ കൈവശം വെച്ചിട്ടുണ്ട് എന്നതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് കൂടുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത കുറയുന്നു. സോ ഈ സാധനങ്ങൾ സാധാരണമാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആകർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് വരെ ഈ ഒരു എഫക്റ്റ് പിന്തുടരുന്നു. സ്നോബ് എഫക്റ്റിന് എക്സാമ്പിളാണ് എക്സ്പെൻസീവ് വൈൻസ്, ലക്ഷറി ബ്രാൻഡ്സ് ലൈക്ക് ലാക്ടോസ് പ്രൊഡക്റ്റ്, സറ, പിന്നെ ലക്ഷറി കാർസ് ലൈക്ക് ഫെറാറി, ലംബോർഗിനി, ഇതെല്ലാം സ്നോബ് എഫക്റ്റിന് എക്സാമ്പിളാണ്. ഇത് സ്നോബ് എഫക്റ്റും ബാൻഡ് വാഗൺ എഫക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. സ്നോബ് എഫക്റ്റ് കൺസ്യൂമേഴ്സ് ബൈ എ ഗുഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ആൻഡ് നോട്ട് വൈഡ്ലി ഓൺഡ്. They seek to distinguish themselves from others by acquiring something rare. Bandwagon effect, consumers buy a good because others are buying it and they want to follow the trend or belong to a larger group. Snob effectൽ കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ടും അത് മറ്റുള്ളവർക്ക് ഉടമസ്ഥതയില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ അപൂർവമായ എന്തെങ്കിലും സ്വന്തമാക്കി മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് വേർതിരിച്ച് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് സ്നോബ് എഫക്റ്റിൽ നമ്മൾ കാണുന്നത്. ബ്രാൻഡ് വാഗൺ എഫക്റ്റിലാണെങ്കിലോ മറ്റുള്ളവർ അത് വാങ്ങുന്നത് കൊണ്ടും ട്രെൻഡ് പിന്തുടരുന്നത് കൊണ്ടും ഒരു വലിയ ഗ്രൂപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്നോബ് എഫക്റ്റ് ആണ്. കൂടാതെ അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്സ്ക്ലൂസിവിറ്റി, ഡിമാൻഡ് കർവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി, റിഡക്ഷൻ ഓഫ് പ്രസ്റ്റീജ് വാല്യൂ, കൂടാതെ അതിൻ്റെ എക്സാമ്പിൾസും പിന്നെ സ്നോബ് എഫക്റ്റും ബാൻഡ് വാഗൺ എഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ് വേണമെങ്കിലും അതും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.